നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നേരിട്ട കനത്ത പരാജയം CPM-നെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച റബ്ബർ താങ്ങുവില വർധന കർഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുക്കുമ്പോൾ പ്രഖ്യാപിച്ച 200 രൂപ താങ്ങുവില യഥാർത്ഥത്തിൽ കർഷകരിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. നവംബർ 1 മുതൽ താങ്ങുവില 200 രൂപയായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും 2025 അവസാനിക്കാറായിട്ടും ഇതിനായിട്ടുള്ള വെബ്സൈറ്റ് പോർട്ടൽ പോലും തുറന്നിട്ടില്ല. റബ്ബർ ബോർഡ് മുഖേന ബില്ലുകൾ സമർപ്പിക്കാൻ സാധിക്കാത്തതിനാൽ കർഷകർക്ക് ഉയർന്ന തുക ലഭിക്കുന്നില്ല. പുതിയ കർഷകർക്ക് പദ്ധതിയിൽ ചേരാനോ പഴയവർക്ക് രജിസ്ട്രേഷൻ പുതുക്കാനോ ഉള്ള കാലാവധി സെപ്റ്റംബർ 30 അവസാനിച്ചിരുന്നു. താങ്ങുവില പ്രഖ്യാപനത്തോടൊപ്പം രജിസ്ട്രേഷൻ കാലാവധി നീട്ടുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. വിപണി വിലയും താങ്ങുവിലയും തമ്മിലുള്ള വ്യത്യാസമാണ് സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. എന്നാൽ വെബ്സൈറ്റിലെ സാങ്കേതിക തടസ്സങ്ങളും സർക്കാർ തലത്തിലുള്ള അനാസ്ഥയും കാരണം ഭൂരിഭാഗം കർഷകരും പദ്ധതിക്ക് പുറത്താണ്. റബ്ബർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ കരമടയ്ക്കാനുള്ള സംവിധാനങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണെങ്കിലും കർഷകർക്ക് ആനുകൂല്യങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ സർക്കാർ നിസ്സംഗത തുടരുകയാണെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയ ഈ പ്രഖ്യാപനം കർഷകരെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെയും കർഷക സംഘടനകളുടെയും നിലപാട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ 200 രൂപ താങ്ങുവില നൽകാനുള്ള ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് സാധിക്കുമോ എന്ന കാര്യത്തിലും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാർ പറയുന്നത്. സംസ്ഥാനത്ത് റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം താങ്ങുവില 180 രൂപയിൽ നിന്നും 200 രൂപയാക്കി ഉയർത്തിയെങ്കിലും ഭൂരിഭാഗം കർഷകർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്ന് സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. താങ്ങുവില വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പല സാങ്കേതിക തടസ്സങ്ങൾ കാരണം കർഷകരിലേക്ക് എത്തുന്നില്ലെന്നായിരുന്നു റിപ്പോർട്ട്. റബ്ബർ വിപണി വില 180 രൂപയ്ക്ക് മുകളിൽ നിന്നിരുന്ന സാഹചര്യത്തിൽ പല കർഷകരും ഇൻസെന്റീവ് പദ്ധതിയിൽ രജിസ്ട്രേഷൻ പുതുക്കിയിരുന്നില്ല. പുതിയ രജിസ്ട്രേഷനുകളും കാര്യമായി നടന്നിട്ടില്ല. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനും പുതുക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 ആയിരുന്നു. നിലവിൽ താങ്ങുവില 200 രൂപയായി ഉയർത്തിയെങ്കിലും ഈ സമയപരിധി കഴിഞ്ഞതിനാൽ ഭൂരിഭാഗം കർഷകരും ആനുകൂല്യത്തിന് പുറത്താവുകയായിരുന്നു. താങ്ങുവില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള തീയതി കൂടി നീട്ടി നൽകണമെന്ന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വിപണി വിലയും താങ്ങുവിലയും തമ്മിലുള്ള വ്യത്യാസം സബ്സിഡിയായി ലഭിക്കാൻ കർഷകർക്ക് അർഹതയുണ്ടെങ്കിലും രജിസ്ട്രേഷൻ എന്ന കടമ്പ വെല്ലുവിളിയാണെന്ന് സാരം.